എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ നമ്മൾ അച്ചൻകോവിലേക്കാണ് പോകുന്നത്. നമ്മൾ വന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോന്നി, എലയറക്കല്, കല്ലേലി, കോടമല, പിന്നെ നേരെ അച്ചൻകോവിലേക്കാണ്. കല്ലേലി കഴിഞ്ഞാൽ മൊത്തം കാനരപാതയിൽ കൂടാണ് നമ്മൾ പോകുന്നത്. അച്ചൻകോവിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ ധനു 1 മുതൽ ധനു 10 വരെയാണ്. ഇന്ന് ധനു 7 ആണ്. ഇന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. അപ്പൊ ഗൈസ്, നമ്മുടെ ജീപ്പിലാണ് നമ്മൾ അച്ചൻകോവിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കാഴ്ചകൾ ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ കല്ലേലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ കയറി തൊഴാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ കോടമലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കല്ലേലിക്കകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തൊഴുത്തിട്ട് തിരിച്ചു വരാം. നമ്മളപ്പോൾ കല്ലേലിയിൽ നിന്നും തൊഴുതിറങ്ങിയിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് കോടമലയിലേക്കാണ് പോകുന്നത്. കല്ലേലിയിൽ നിന്നും കോടമലയ്ക്ക് ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ പോകുന്ന വഴി 2 സൈഡിലും കൊടും കാടാണ്. ഇപ്പോൾ കോടമലയൊക്കെ പോകുന്ന വഴിക്ക് നമ്മളൊരു കാട്ടുകോഴിയെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കോടമലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചൻകോവിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ കോടമലയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അച്ചൻകോവിലേക്കാണ് പോകുന്നത്. അതിമനോഹരമായ അച്ചൻകോവിലാർ. അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിനുള്ളിലെ കാഴ്ചകൾ കാണാം.
ഗൈസ് അങ്ങനെ നമ്മൾ അച്ചൻകോവിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തമിഴ്നാട്ടിലുള്ള തിരുമലക്കോവിലേക്കാണ് പോകുന്നത്. ഗൈസ് അപ്പോൾ ഇത് കേരള തമിഴ്നാട് ബോർഡറിലെ ചെക്ക് പോസ്റ്റ് ആണ്. ഗൈസ് അപ്പോൾ നമ്മൾ തിരുമലക്കോവിലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തിരുമലക്കോവിലിൽ നമ്മുടെ പളനി കൂട്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. വാഹനത്തിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ടിക്കറ്റ് വാങ്ങിച്ച് തിരുമലക്കോവിലിൻ്റെ ഫ്രണ്ടിൽ ചെന്നെത്താൻ. നമ്മളപ്പം ടിക്കറ്റ് വാങ്ങിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ തിരുമലക്കോവിലിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിനകത്തെ കാഴ്ചകളാണ്. രാജഭരണകാലത്ത് തിരുമല നായ്ക്കറിൻ്റെ കൊട്ടാരമായിരുന്നു ഇത്. അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ അകത്ത് നമ്മുടെ ഫോൺ അലൗഡ് അല്ല. അപ്പം ഞങ്ങൾ പോയി തൊഴുതേച്ച് വരും. അങ്ങനെ നമ്മുടെ തിരുമലക്കോട്ടയിൽ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മേക്കര ഡാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഈ ഡാമിലോട്ടുള്ള വഴി കുറച്ച് ഡാർക്ക് വഴിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ മേക്കര ഡാമിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഡാമിൽ എത്തിയപ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ 2 ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഡാം ഈ മരമൊക്കെ വെച്ച് അടച്ചേക്കാണ്, ആരും കയറാതിരിക്കാൻ.
ഇവിടെ യാത്ര ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മേക്കർ ഡാമിൽ എത്തിയിട്ടുണ്ട്. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഒന്ന് ഓളായിട്ട് സെറ്റ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിന് അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.